ഗൈസ്, ചാർജിങ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആപ്പിളിന്റെ ബ്രാൻഡഡ് 20 വാട്ട് ചാർജറാണ്. ഇതാണ് ആപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഫോൺസ് ഫുൾ സ്പീഡിൽ ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ചാർജർ ബോക്സിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് മേടിക്കണം. ഇതിന് ഏകദേശം 2000 രൂപയാണ് ഇന്ത്യൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കേബിൾ ഇൻ ബോക്സിൽ തന്നെ കിട്ടിയേക്കുന്ന ആപ്പിളിന്റെ തന്നെ ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിൾ ആണ്. അപ്പോൾ ഇത്ര അറിഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫോൺ ചാർജിൽ കുത്താം. ഇപ്പോൾ ഫോണിൻ്റെ ബാറ്ററി കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആണ്, അതുകൊണ്ട് ഓഫാണ്. അപ്പോൾ 2 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ 5 മിനിറ്റ്സ് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഇറ്റ് ഈസ് അറ്റ് 8% ബാറ്ററി. 15 മിനിറ്റ്സിന് ശേഷം ഞാൻ ഫോൺ നോക്കുമ്പോൾ ഇറ്റ് ഈസ് അറ്റ് 25%. ആൻഡ് 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഐഫോൺ 12 Pro Max 33% ചാർജ് ആയിട്ടുണ്ട്. 25ാമത്തെ മിനിറ്റിൽ നമ്മുടെ ഫോണിന് 41% ചാർജ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫോൺ ഓൺ ആക്കി നോക്കുകയാണ്. ആൻഡ് എക്സാക്ട്ലി ആൻഡ് പെർഫെക്റ്റ്ലി നമ്മുടെ ഫോൺ 50% ചാർജ് ആയിട്ടുണ്ട്. സോ ആപ്പിളിൻ്റെ ക്ലെയിം വാസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ് എന്ന് തന്നെ പറയണം. 35 മിനിറ്റ്സിന് ശേഷം ഫോണിൻ്റെ ചാർജ് 57% ആയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ആഫ്റ്റർ 45 മിനിറ്റ്സ് നമ്മുടെ ഫോൺ 72% ചാർജ്ഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 10 മിനിറ്റ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് 60 മിനിറ്റ്സ് നമ്മുടെ ഫോൺ 83% ചാർജ് ആയിട്ടുണ്ട്. ഇനി 1 hour and 10 minutes കഴിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് അറ്റ് 89%. അതേപോലെ തന്നെ 1 മണിക്കൂർ 20 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ഫോൺ 93% ആയിട്ടുണ്ട് ഗൈസ്. ഇനി 1 മണിക്കൂർ 30 മിനിറ്റ്, അതായത് കറക്റ്റ് 1.5 മണിക്കൂർ ആയപ്പോൾ നമ്മുടെ ഫോൺ 96% ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, 45 മിനിറ്റ്സിന് ശേഷം ചാർജിങ് സ്പീഡ് കൺസിഡറബിളി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനി 1 മണിക്കൂർ 40 മിനിറ്റ് ആയപ്പോൾ 97% ആയിട്ടുണ്ട്. ആൻഡ് 1 മണിക്കൂർ 50 മിനിറ്റ് ആയപ്പോൾ 99% ആയിട്ടുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് 1 മണിക്കൂർ 58 മിനിറ്റ് ആയപ്പോഴാണ് നമ്മുടെ ഐഫോൺ 12 Pro Max ഫുള്ളി ചാർജ്ഡ് ആവുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 30 മിനിറ്റ് ഫോൺ നല്ല സ്പീഡിൽ ചാർജ് ആവുന്നുണ്ട്. ആൻഡ് ആപ്പിളിൻ്റെ ക്ലെയിം ഓഫ് 50% ചാർജ് ഇൻ 30 മിനിറ്റ്സ് കറക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, 45 മിനിറ്റ്സിന് ശേഷം ഫോണിൻ്റെ ചാർജിങ് സ്പീഡ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ 1 hour and 10 minutes വീണ്ടും അത് കുറഞ്ഞു. 5 മിനിറ്റ്സിൽ ജസ്റ്റ് 3% എന്നുള്ളത് വീണ്ടും കുറഞ്ഞ് 2% ആയി. ആൻഡ് 1 hour and 30 മിനിറ്റ്സിന് ശേഷം ഫോണിൻ്റെ ചാർജിങ് സ്പീഡ് കൺസിഡറബിളി കുറഞ്ഞു എന്ന് തന്നെ പറയാം. 10 മിനിറ്റ് കൂടുമ്പോഴാണ് ഓരോ ശതമാനം ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് 1 hour and 58 മിനിറ്റ് ആയപ്പോഴത്തേക്ക്, അതായത് ഏകദേശം 2 മണിക്കൂർ ആയപ്പം ഫോൺ ഫുൾ ചാർജ് ആയി. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് സംസാരിക്കാനായിട്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് BTECQ മലയാളം. ഞാൻ ആദിത്യ ബോസ് ആൻഡ് ബൈ.